കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം വീടിൻ്റെ ഓരോ ദിക്കും ഓരോ സൗഭാഗ്യങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെക്ക് വശത്ത് ഇപ്പം ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, തെക്ക് വശത്ത് ടോയ്ലറ്റ് വന്നാൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫെങ്ഷു പ്രകാരം തെക്ക് ദിക്കിൻ്റെ സൗഭാഗ്യം എന്താണെന്നാണ്. തെക്ക് ദിക്കിൻ്റെ സൗഭാഗ്യം ഫെങ്ഷുവിൽ പറയുന്നത് പേര്, പ്രശസ്തി, അംഗീകാരം, വിജയം, ഇതൊക്കെയാണ് തെക്ക് ദിക്കിൻ്റെ സൗഭാഗ്യങ്ങളായിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വീടിൻ്റെ തെക്ക് വശത്ത് ഒരു സെപ്റ്റിക് ടാങ്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വീടിൻ്റെ തെക്ക് വശം മിസ്സിങ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾക്ക് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുകയും അതിന് നേരെ വിപരീതം സംഭവിക്കുകയും ചെയ്യും. സൗഭാഗ്യം നേരെ ദൗർഭാഗ്യമായി മാറും. അപ്പോൾ നമുക്ക് എന്തു പറ്റും? പേര്, പ്രശസ്തിക്ക് പകരം കുപ്രസിദ്ധി സംഭവിക്കും. അതായത് നമ്മളെപ്പറ്റി മറ്റുള്ളവർ അപവാദങ്ങൾ പറയുകയും മോശമായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകാൻ വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫെങ്ഷു പ്രകാരം ചാൻസ് ഉള്ളത് എന്തുകൊണ്ടാണ്? തെക്ക് ഭാഗം മലിനപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ തെക്ക് ഭാഗം മലിനപ്പെടുമ്പോൾ പേര്, പ്രശസ്തി, അംഗീകാരം, വിജയമൊക്കെ മങ്ങലേക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. ടോയ്ലറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെക്ക് വശത്ത് അതിൽ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് തെക്കാണോ എന്ന് തന്നെ നിങ്ങൾ ഉറപ്പിച്ച് ഒരു തീരുമാനം എടുക്കണം. കാരണം തെക്ക് കിഴക്കാണെങ്കിൽ റെമഡി മാറ്റമാണ്, തെക്ക് പടിഞ്ഞാറാണെങ്കിലും അതിൻ്റെ പരിഹാരം മാറ്റമാണ്, തെക്ക് വശത്താണെങ്കിലും അതിൻ്റെ പരിഹാരം മാറ്റമാണ്. അപ്പോൾ തെക്ക് കിഴക്കാണെങ്കിൽ അതിൻ്റെ പരിഹാരം, തെക്കിലാണെങ്കിൽ അതിൻ്റെ പരിഹാരം, തെക്ക് പടിഞ്ഞാറാണെങ്കിൽ അതിൻ്റെ പരിഹാരമായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് നിങ്ങൾ പറയുന്ന സ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ ഈ പരിഹാരം തെറ്റാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറയാം, തെക്ക് വശത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പാറക്കല്ല് വാങ്ങിച്ചിട്ട്, നമുക്കിപ്പം ടൈൽ കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും, നല്ലൊരു പാറക്കല്ല് വാങ്ങിച്ച് കാലൊക്കെ തേച്ച് കഴിയുന്ന കണക്കുള്ളൊരു പാറക്കല്ല് വാങ്ങിച്ചിട്ട് അത് ആ ടോയ്ലറ്റിൻ്റെ അകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പരിഹാരമായി കാണുന്നുണ്ട്. അതുപോലെ ഉപയോഗിക്കാവുന്ന അതുപോലെ ചെയ്യാവുന്ന മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത്, ഈ തെക്ക് വശത്ത് വീടിൻ്റെ പുറത്ത് തെക്ക് വശത്ത് ഈ ടോയ്ലറ്റിൻ്റെ വെളിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ടോയ്ലറ്റിനകത്ത് കൊണ്ടുപോയി ചെയ്ത കളയിൽ ടോയ്ലറ്റിൻ്റെ വെളിയിലാണ് ഞാൻ ഇനി പറയുന്ന കാര്യം ചെയ്യേണ്ടത്. എന്താണ്? റെഡ് ലൈറ്റ്. അപ്പോൾ റെഡ് ലൈറ്റ് തെക്ക് വശത്ത് ടോയ്ലറ്റ് ഉള്ളവർ ടോയ്ലറ്റിൻ്റെ പുറത്ത് റെഡ് ലൈറ്റ് ഇടുക. മിനിമം 3 മണിക്കൂർ ഇടുക, അല്ലെങ്കിൽ 24 hours ഇടുക, അല്ലെങ്കിൽ രാത്രി മൊത്തം ഇടുക. അപ്പോൾ തെക്ക് വശത്ത് പുറത്ത് ലൈറ്റ് ഇടുക. ടോയ്ലറ്റിനകത്ത് എന്താണ് ചെയ്യേണ്ടത്? ഒരു പാറക്കല്ല് വാങ്ങിച്ചു വയ്ക്കുക. ഒരു പരിധി വരെ ഈ ദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി ഇതിന് പരിഹാരമായിട്ട്, അല്ലെങ്കിൽ ഇത് സിംബോളിക്കായിട്ട് ഇതിൻ്റെ ഒരു എനർജി കൊണ്ടുവരാനായിട്ട് സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബേർഡിൻ്റെ ചിത്രം വയ്ക്കുന്നതും വളരെ നല്ലതാണ്. അവിടെ ഒരു വിക്ടറി ഹോഴ്സിന് വയ്ക്കുന്നതും പേരും പ്രശസ്തിയും ഉണ്ടാവാനായിട്ട് നല്ലതാണ്. ഇപ്പം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള ഏത് വ്യക്തിയായാലും ശരി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക, അതിനൊന്ന് എൻലാർജ് ചെയ്യുക. എൻലാർജ് ചെയ്തിട്ട് അതിലിട്ടിരിക്കുന്ന ഷർട്ട്, സ്ത്രീ ആയാലോ പുരുഷനായാലോ, അതിലിട്ടിരിക്കുന്ന ഡ്രസ്സ് എന്താണോ അത് റെഡ് കളറിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പക്ക ഗ്രീൻ ആക്കി ചെയ്യുക. എന്നിട്ട് അതൊന്ന് ലാമിനേറ്റ് ചെയ്തിട്ട് ഈ സ്വീകരണ മുറിയുടെ സൗത്ത് വാളിൽ വെക്കുമ്പോൾ ആ വ്യക്തിക്ക് പേര്, പ്രശസ്തി, പെരുമയൊക്കെ ഉണ്ടാവാനായിട്ട് ഇത് വളരെ നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? തെക്ക് വശത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ തെക്ക് വശത്ത് ടോയ്ലറ്റിനകത്ത് പാറക്കല്ല് വെക്കുക. ടോയ്ലറ്റിൻ്റെ പുറത്ത് തെക്ക് വശത്ത് റെഡ് ലൈറ്റ് ഇടുക. മിനിമം 3 മണിക്കൂറെങ്കിലും ഇടുക, അല്ലെങ്കിൽ ഫുൾ ടൈം ഇടാം, അല്ലെങ്കിൽ രാത്രി മൊത്തം ഇടാം, നിങ്ങളുടെ സൗകര്യം. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് ഫീനിക്സ് ബേർഡിൻ്റെ ചിത്രം വയ്ക്കുക, അല്ലെങ്കിൽ ഒരു വിക്ടറി ഹോഴ്സ് വയ്ക്കുക. അതല്ലെങ്കിൽ 8 കുതിരകളും ഫീനിക്സ് ബേർഡും കൂടെ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്, അത് വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തെക്ക് വശത്ത് ചെയ്യുക. പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പേരോ പ്രശസ്തിയോ അംഗീകാരമോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒരു പാസ്പോർട്ട് സൈസ് എടുത്തുകൊണ്ട് റെഡ് കളർ ഡ്രസ്സും ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടും ആക്കിക്കൊണ്ട് സൗത്ത് വാളിൽ വയ്ക്കുക. ഇതൊക്കെ പേരും പ്രശസ്തിയും വിജയത്തിനൊക്കെ ഏറ്റവും നല്ല ടൂളായി. അപ്പോൾ തെക്ക് വശത്തിൻ്റെ പ്രശ്നവും അതിൻ്റെ പരിഹാരങ്ങളും ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഫെങ്ഷുയിലെ ചില ടൂളുകളിലേക്ക് പോവാം. ഫെങ്ഷുയുടെ ചില ടൂളുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തെക്കിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ തെക്ക് നമുക്ക് പേരും പ്രശസ്തി, അംഗീകാരം, വിജയം ഒക്കെ ഉണ്ടാവാനായിട്ട് ഒരു ഫീനിക്സ് ബേർഡിൻ്റെ ചിത്രം വയ്ക്കാം. ഇത് ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു കട്ട് ചെയ്തെടുത്ത ഇതാണ്. ഇത് നമുക്ക് സൗത്തിൽ വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ വലിയ ഫോട്ടോസ് ഉണ്ട്, അതും നമുക്ക് വാങ്ങിച്ച് സൗത്ത് വാളിൽ വയ്ക്കുന്നത് പേരും പ്രശസ്തിക്കാൻ നല്ലതാണ്. അതുപോലെ അവിടെ വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് വിക്ടറി ഹോഴ്സ് ആണ്. പേര്, പ്രശസ്തി, അംഗീകാരം, വിജയത്തിന് വിക്ടറി ഹോഴ്സ് നമുക്കവിടെ വയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റ് ചില ടൂളുകൾ എന്ന് പറയുന്നത്, ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് പഗോഡ ടവർ ഉപയോഗിക്കാം.
കപ്പിൾസിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മണ്ടേരി ഡെക്സ് ആണ്. ഇതിൻ്റെ സ്റ്റാച്ചു നമുക്ക് സൗത്ത് വെസ്റ്റ് കോർണറിൽ ബെഡ്റൂമിൽ ഉപയോഗിക്കാം. ഇതൊരു വിഷ് ടർക്കിളാണ്. നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യം ഈ ആമ രണ്ടായി തുറന്നതിന് ശേഷം അതിനകത്ത് എഴുതി വെക്കുക, എന്നിട്ട് നമ്മുടെ ലിവിങ് റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് വെക്കുക. ഇത് ഒരു 3 legged ഫ്രോഗാണ്. വെൽത്ത് വരാനായിട്ട് നമ്മുടെ ലിവിങ് റൂമിൻ്റെ മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി വയ്ക്കുക. ഇത് പുറത്തോട്ടാണ് നോക്കിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപൂർവം ചില വീടുകളിൽ ഇത് പുറത്തോട്ട് നോക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. വീടിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.